ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക്, അതല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് ഡെസേർട്ട് എന്നൊക്കെ പറയാം. ഇതൊരു ഗ്രീക്ക് സ്റ്റൈലിലുള്ള ഒരു ഡെസേർട്ട് കൂടിയാണ്. ഇതിനകത്ത് നമ്മൾ ബേക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓവൻ, ബീറ്റർ, മുട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ആവശ്യമായിട്ടില്ല. ചെറിയ കുട്ടികൾക്ക് പോലും തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെസേർട്ട് കൂടിയാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ഇന്ന് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാനിപ്പോൾ സാധാരണ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ ഡേറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരു പാത്രമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് കണ്ടെയ്നറൊന്നും ഇല്ലയെന്നാണെങ്കിൽ നമ്മൾ സാധാരണ ബേക്കിംഗ് ട്രേ ഒക്കെ അകത്തോട്ടേക്ക് ഒരു ബട്ടർ പേപ്പർ ഇറക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് റെഡിയാക്കി എടുത്തതിന് ശേഷം ഈ ബട്ടർ പേപ്പർ മുകൾ ഭാഗത്തോട്ടേക്ക് വലിച്ചു കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് പുറത്തോട്ടേക്ക് എടുക്കാം. സ്പ്രിംഗ് ഫോം പാൻ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. അപ്പോൾ അതിലുള്ളവർ അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു കണ്ടെയ്നറിനകത്തോട്ടേക്ക് കുറച്ച് ബട്ടർ വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് ഗ്രീസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബേസ് നമ്മൾ ചെയ്തെടുക്കുന്നത് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ന ബിസ്ക്കറ്റ് വേണമെന്നൊന്നുമില്ല, ചോക്ലേറ്റ് ഫ്ലേവറുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഒറിയോ ബിസ്ക്കറ്റിൻ്റെ 152 ഗ്രാം ഉള്ള ഒരു പാക്കാണ് എടുത്തിട്ടുള്ളത്. വളരെ ചെറിയൊരു കേക്ക് മാത്രമാണ് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ബോർബോൺ ബിസ്ക്കറ്റോ നമ്മുടെ ഗുഡ് ഡേയുടെ ചോക്ലേറ്റ് ഫ്ലേവർ ഒക്കെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് ഞാൻ മുഴുവനായിട്ട് പാത്രത്തിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്രീമോട് കൂടി തന്നെയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി മിക്സിയിലോട്ടേക്ക് ചേർത്തിട്ട് ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ടേക്ക് ബട്ടറാണ് ചേർക്കേണ്ടത്. ബട്ടർ ചേർക്കുന്ന സമയത്ത് ബട്ടർ നമ്മളൊന്ന് മെൽറ്റ് ചെയ്ത് ഉരുക്കി എടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബട്ടറിൻ്റെ അളവ് കറക്റ്റ് പറയാനൊന്നുമില്ല. നിങ്ങൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബിസ്ക്കറ്റിൻ്റെ ഈ പൗഡറുമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. ഇതൊന്ന് കുഴഞ്ഞ് വരുന്ന രീതിയിലാകുന്നത് വരെ ബട്ടർ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ശരിക്കും ഒരു 4 ടീസ്പൂണിനടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഞാൻ ആ ഒരു 4 ടീസ്പൂൺ മുഴുവനായിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് നല്ല രീതിയിലൊന്ന് മിക്സായി കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ഇതൊന്ന് ആഡ് ചെയ്യണം. അപ്പോൾ ഞാനത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുഴുവൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഗ്ലാസ്സോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൗളൊക്കെ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അങ്ങൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. നന്നായി ലെവൽ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലോട്ടേക്കുള്ള ബിസ്ക്കറ്റിൻ്റെ പൗഡറൊക്കെ ഒന്ന് ജസ്റ്റ് തുണിയോ അതല്ലെങ്കിൽ ടിഷ്യോ വെച്ചിട്ടൊന്ന് കളയാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം വരെ നമുക്ക് ജസ്റ്റ് ഇത് ഫ്രീസറിനകത്തോട്ടേക്കൊന്ന് വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനകത്തുള്ള സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ക്രീം ചീസാണ്. അപ്പോൾ ഹോം മെയ്ഡായിട്ട് വീട്ടിൽ തന്നെ ക്രീം ചീസ് ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം കേട്ടോ. ഇതുവാ ക്രീം ചീസ് വാങ്ങിക്കാൻ കിട്ടാത്തവരാണെങ്കിൽ ജസ്റ്റ് അത് ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അൽമറായുടെ ഒരു പ്രൊഡക്റ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ടേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചോക്ലേറ്റ് സ്പ്രെഡാണ്. ഇപ്പോൾ ഇതും നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ന്യൂട്ടല്ലയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതായിരുന്നു. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ന്യൂട്ടല്ലയാണ്. അപ്പോൾ നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ന്യൂട്ടല്ലയോ ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ന്യൂട്ടല്ലയോ അതുപോലെ ഇതുപോലെയുള്ള ഹോം മെയ്ഡ് റെസിപ്പീസ് ഒന്നും ഇല്ല എന്നാണെങ്കിൽ നമ്മൾ സാധാരണ ഡയറി മിൽക്കോ മറ്റുള്ള ഏതെങ്കിലും ചോക്ലേറ്റോ മെൽറ്റ് ചെയ്തിട്ട് അത് ഉരുക്കിയെടുത്തിട്ട് അത് ഉപയോഗിച്ചാലും മതി. അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ക്രീം ചീസ് ഞാനിപ്പോൾ ഒരു 1/4 കപ്പിനടുത്ത് ക്രീം ചീസാണ് ബൗളിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. 1/4 കപ്പ് അളവിൽ ചേർത്തതിന് ശേഷം നമ്മൾ ബീറ്ററൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വിസ്കോ അതല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ക്രീം ചീസ് കുറച്ച് തിക്കായിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മളൊന്ന് 2-3 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് നല്ല സോഫ്റ്റ് സ്മൂത്ത് ടെക്സ്ചറിലോട്ടേക്ക് വരും. അപ്പോൾ അതുവരെ നമ്മളൊന്ന് ബീറ്റ് ചെയ്ത് നല്ല രീതിയിലൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാനൊരു 2-3 മിനിറ്റ് ഒന്ന് ഫാസ്റ്റായിട്ട് ബീറ്റ് ചെയ്തതേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം ഇതിനകത്തോട്ടേക്ക് മധുരം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യുന്നത്. കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും ഇല്ലെങ്കിലും ഇത് ഫെയിലാവുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ടേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണിനടുത്ത് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. കാരണം നമ്മൾ ന്യൂട്ടല സ്പ്രെഡല്ലേ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഇതിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഹോം മെയ്ഡ് ന്യൂട്ടല ഞാനിപ്പോൾ ഏകദേശം നമ്മുടെ സാധാരണ വീട്ടിലുള്ള സ്പൂണില്ലേ ആ ഒരു ടേബിൾ സ്പൂണിന് ഒരു 3 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂണൊക്കെ ചേർക്കുമ്പോഴാണ് ആ ക്രീം ചീസിൻ്റെ ടേസ്റ്റും ചോക്ലേറ്റ് സ്പ്രെഡിൻ്റെ ടേസ്റ്റും ഒക്കെ കൂടി നല്ല രീതിയിൽ കിട്ടുക. ഒരു ഇത്തിരി വാനില എസൻസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മധുരമൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. മധുരം കുറവാണെങ്കിൽ പൊടിച്ച പഞ്ചസാര തന്നെ ചേർത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഇത് നല്ലതുപോലെ റെഡിയായി വന്നതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ക്രീം വിപ്പ് ചെയ്ത് സ്റ്റിഫാക്കിയിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കേക്ക് ഉപയോഗിച്ചതിൻ്റെ ബാക്കി ക്രീമൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ കുറച്ച് ക്രീം ബാക്കി ഉണ്ടായിരുന്നു, അത് ഫ്രീസറിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം ഒരു 1/2 കപ്പ് അളവിന് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്.
കേട്ടോ. അതായത് നമ്മൾ 1/4 കപ്പ് ക്രീം ചീസൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു 1/2 കപ്പ് അളവിലെങ്കിലും വിപ്ഡ് ക്രീം ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാകുക. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കണ്ടില്ലേ നല്ല രീതിയിലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ടേക്ക് ഞാനിപ്പോൾ 1 സ്പൂൺ മുഴുവനായിട്ട് ഡാർക്ക് കൊക്കോ പൗഡറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഡാർക്ക് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഒരു നല്ല കളറും ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഡാർക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ കൊക്കോ പൗഡർ ഇല്ല എന്നാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ആ ഒരു ലെയറിനകത്തോട്ടേക്ക് ഇനി നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് ഫ്രീസറിനകത്ത് വെച്ചിട്ട് കണ്ടില്ലേ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ റെഡിയാക്കിയിട്ടുള്ള ക്രീം മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതായത് നമ്മുടെ ഈ സെക്കൻഡ് ലെയറാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ഉണ്ടാവുക. ക്രീം ചീസും വിപ്ഡ് ക്രീമും നമ്മുടെ ചോക്ലേറ്റ് സ്പ്രെഡൊക്കെ കൂടിയുള്ളൊരു മിക്സ്. ശരിക്കും നല്ലൊരു ഡെസേർട്ട് പോലെയാണ്. ഇത് കഴിക്കുമ്പോൾ നമുക്ക് ശരിക്കും വിശേഷ ദിവസങ്ങളിലൊക്കെ ശരിക്കും സെർവ് ചെയ്യാം. അത്രയും നല്ല സിമ്പിളായിട്ടുള്ള ഒന്ന് കൂടിയാണ്. അപ്പോൾ നന്നായിട്ട് ഞാൻ മുഴുവൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ഫ്രീസറിനകത്തോട്ടേക്ക് വെക്കണം. ഒരു അരമണിക്കൂറെങ്കിലും വെക്കാം. അപ്പോഴത്തേക്ക് ഇതൊന്ന് സെറ്റായിട്ട് വരും. ഈ ക്രീമൊക്കെ അത്യാവശ്യം കുറച്ചൊന്ന് സെറ്റായിട്ട് വരും. അതുവരെ നമ്മളൊരു ജസ്റ്റ് അരമണിക്കൂർ ഫ്രീസറിനകത്ത് വെച്ചിട്ടുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് കറക്റ്റ് അരമണിക്കൂറേ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. ഇതിൻ്റെ സൈഡൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നല്ല ലെയർ പോലെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഞാനിപ്പോൾ നമ്മുടെ ഹോം മെയ്ഡായിട്ട് തന്നെയുള്ള വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ചോക്ലേറ്റ് സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഗണേഷായിട്ട് ഇത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണുള്ളതെങ്കിൽ ഡയറി മിൽക്കോ ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. ചോക്ലേറ്റ് നമ്മൾ സാധാരണ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ചോക്ലേറ്റ് സിറപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താലും മതി. അപ്പോൾ ഹോം മെയ്ഡായിട്ടുള്ളതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാട്ടോ. ഇതുപോലൊരു ചോക്ലേറ്റ് സോസ് നമ്മൾ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ എപ്പോഴും കേക്ക്സൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ടോപ്പിങ്സ് ആയിട്ട് ചെയ്യാൻ വളരെ ഉപകാരമായിട്ടുള്ളൊരു സോസാണിത് ശരിക്കും. ഒത്തിരി നാൾ നമുക്ക് ഉണ്ടാക്കി സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സൈഡിലും വരുന്ന രീതിയിൽ കണ്ടില്ലേ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാനിതിപ്പോൾ ഫ്രീസറിനകത്തോട്ടേക്ക് തന്നെ തിരിച്ച് വെക്കുവാണ്. ജസ്റ്റ് 1 മണിക്കൂർ നമ്മൾ വെക്കണം. നമ്മൾ നേരത്തെ അരമണിക്കൂർ വെച്ച് സെറ്റ് ചെയ്തു. അതിനുശേഷം 1 മണിക്കൂർ നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ മാക്സിമം കുറേ അവേഴ്സ് വെക്കുവാണെങ്കിൽ അത്രയധികം നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ. ഞാനിപ്പോൾ ഒത്തിരി സമയമൊന്നും വെക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് 1 മണിക്കൂർ വെച്ചതിന് ശേഷമുള്ളതാണ് കേട്ടോ. അപ്പോൾ 4-5 മണിക്കൂറൊക്കെ വെക്കുവാണെങ്കിൽ ഇതൊന്നുകൂടി നല്ല തിക്കായിട്ട് നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഒക്കെ അവർ നമ്മൾ സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോൾ വരുന്ന ആ ഒരു ടെക്സ്ചറിലോട്ടേക്ക് കിട്ടും. ഞാനിപ്പോൾ ജസ്റ്റ് 1 മണിക്കൂർ അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് കഴിക്കുന്ന ഒരു രീതിയിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ആ പ്ലാസ്റ്റിക് കവറൊക്കെ ഞാൻ കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു പീസ് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ നല്ല സൂപ്പർ സോഫ്റ്റായിട്ടാണ് ശരിക്കും. നമ്മൾ പുഡിങ്ങൊക്കെ കഴിക്കില്ലേ അതുപോലെയൊക്കെ ഒരു ശരിക്കും ആ ബട്ടറിൻ്റെയും ക്രീം ചീസിൻ്റെയും ഒക്കെ ഫ്ലേവർ കൂടി ശരിക്കും നല്ല റിച്ച് ആയിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണെന്ന് പറയാം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനത് നല്ല രീതിയിൽ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒന്ന് ചെറിയ പീസ് ഒന്ന് എടുത്തിട്ട് കാണിച്ചു തരും കൂടി ചെയ്യാം. കണ്ടില്ലേ നല്ല സോഫ്റ്റ്. താഴെ ആ ഒരു ബേസ് ബിസ്ക്കറ്റിൻ്റെ കുറച്ച് ഹാർഡായിട്ടുണ്ടാകും. ടോപ്പ് മുഴുവൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറാണ്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷ് കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.